ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ ആളുകളുടെയും ഒരു ആഗ്രഹമായിരിക്കും ഒരു എക്സ്ട്രാ ഇൻകം സോഴ്സ് കണ്ടുപിടിക്കണം എന്നുള്ളത്. അപ്പൊ സാധാരണ ആളുകൾക്ക് എപ്പോഴും ഒരു റെഗുലർ ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജോബിനകത്ത് അവർ പെർഫെക്റ്റ് ആവാനായിട്ട് ശ്രമിക്കും. ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വരെ ഗ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഒരു റെഗുലർ ഇൻകം ഉള്ള ആളെ സംബന്ധിച്ച് ഏകദേശം 8 മണിക്കൂറായിരിക്കും അദ്ദേഹത്തിന് ജോലി വരുന്നത്. ഇനി ഫ്രീലാൻസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തന്നെ നമ്മൾ കൂടുതലും ഒരു ടൈം എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരിക്കലും നമുക്ക് ഒരുപാട് ടൈം നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എല്ലാ ആളുകളെയും സംബന്ധിച്ച് 8 മുതൽ 12 മണിക്കൂർ വരെയൊക്കെയാണ് ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. അതിൽ കൂടുതൽ നമ്മൾ ടൈം ഇഫേർട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു റിസൈജ്വൽ ഇൻകമോ പാസീവ് ഇൻകമോ ആവാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് റിസൈജ്വൽ ഇൻകം, എന്താണ് പാസീവ് ഇൻകം, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഒരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് അലക്സ് ജേക്കബ്. ആദ്യം നമുക്ക് പാസീവ് ഇൻകം റിസൈജ്വൽ ഇൻകം തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഇഫേർട്ട് ഒന്നും ഇട്ടില്ലെങ്കിലും നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബാങ്കിൽ ഒരു FD ഇടുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ആ ഒരു ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി നമുക്ക് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു റെന്റൽ ഇൻകം നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും അവിടെ നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു പാസീവ് ഇൻകം. എന്നാൽ റിസൈജ്വൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി കുറച്ച് ഇഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഇൻകം വരുള്ളൂ. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബബ്ലി ഒരു 6 മന്ത്സിലേക്ക് എനിക്കൊരു ഇൻകം വരുന്നുണ്ടായിരിക്കും. അതിനുശേഷം എൻ്റെ ഇൻകം വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ കുറച്ചാണെങ്കിൽ കൂടി ഒരു ഇഫേർട്ട് ഇടുമ്പോൾ മാത്രം നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇൻകം വരുന്ന ടൈപ്പ് ഓഫ് ഇൻകം സ്ട്രീമുകളെയാണ് നമ്മൾ റിസൈജ്വൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവർലി ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിലും നമ്മുടെ കയ്യിൽ ഒരു ബിസിനസ് പോലെയുള്ള ഒരു സിസ്റ്റം വേണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഇനീഷ്യൽ ക്യാപിറ്റൽ വേണം. അതിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാനാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിലും ഇനി ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി വാങ്ങാനാണെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിൽ ഒരു ക്യാപിറ്റൽ വേണം. അപ്പം ആദ്യമേ നമുക്കൊരു പാസീവ് ഇൻകത്തിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് പല വ്യക്തികളെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു പക്ഷേ ഒരു റിസൈജ്വൽ ഇൻകത്തിലായിരിക്കണം. അവിടെ നിന്ന് വേണം നമ്മളൊരു പാസീവ് ഇൻകത്തിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന് സ്കിൽ ബേസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും, പിന്നെ സ്കിൽ അല്ലാതെ നമുക്ക് പഠിച്ചെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും സ്കിൽ ബേസ്ഡ് ആയിട്ട് തുടങ്ങാനാണ്. കാരണം ഒരു സ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോട് ഒരു ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, നമുക്കൊരു പാഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്കത് ചെയ്യാനായിട്ട് ഒരു ഇന്റേണൽ ഡ്രൈവ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളത് ഗിവ് അപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഇൻകം ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് വരെ ആ ജേർണിയിൽ കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് പല ആളുകൾക്കും ചെയ്യാൻ പറ്റില്ല. അവർ ഫ്രസ്ട്രേറ്റഡ് ആവും, അവർ ഗിവ് അപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് എപ്പോഴും നമ്മൾ ഒരു പാഷനുള്ള നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. സ്റ്റെപ്പ് 1 ഈസ് ഫൈൻഡ് യുവർ നിഷ്. ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്കില്ലുകൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകൾക്കും പല ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കിൽസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളൊരു പേപ്പർ എടുക്കുക, അതിനകത്ത് നിങ്ങളുടെ സ്കിൽസ് ഓരോന്നും എന്താണെന്നുള്ളത് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിനകത്ത് നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണമെന്നോ മാസ്റ്റർ ആയിരിക്കണമെന്നോ യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള സ്കില്ലുകൾ നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്കില്ല് ഉപയോഗിച്ച് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ കോമ്പിനേഷൻ ഓഫ് ദ സ്കില്ലാണോ നമുക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം സംസാരിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഒരു ക്യാമറയെ ഫേസ് ചെയ്യുന്നതിനോട് എനിക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണ്. ഗ്രാഫിക് ഡിസൈനിങ്ങും വീഡിയോ എഡിറ്റിങ്ങും എനിക്ക് ചെറിയ രീതിയിൽ അറിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ട് എനിക്കൊരു റിസൈജ്വൽ ഇൻകം ആയിട്ട് അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്തുകൂടാ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്കില്ലുകൾ എഴുതി വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതിനേക്കാൾ നിങ്ങളുടെ സ്കില്ലുകൾ ലിസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം ശ്രമിക്കുക. സ്റ്റെപ്പ് നമ്പർ 2, ഡു ദ മാർക്കറ്റ് റിസർച്ച്. നമ്മുടെ നാട്ടിലെ ആളുകൾ പൊതുവെ വളരെ ഇമ്പൾസീവായിട്ട് ഡിസിഷൻ എടുക്കുന്ന കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന ഒരു പ്രവണത.
പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പാർക്ക് കിട്ടുമ്പോഴേ അതിലേക്ക് എടുത്തു ചാടുന്നതിന് മുമ്പ് നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഒരു സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എന്താണ് നമ്മൾ മാർക്കറ്റ് റിസർച്ചിൽ ചെയ്യാൻ പോകുന്നത്? നമ്മൾ കുറച്ച് സ്കില്ലുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തു. ഇനി ഈ സ്കില്ല് ഉപയോഗിച്ചിട്ട് ഇന്റർനെറ്റിൽ പോയിട്ട് ആളുകൾ എങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ എങ്ങനെ റവന്യൂ ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സ്കില്ലുള്ള ആളുകൾ ഈ ലോകത്ത് എങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റ് വെച്ച് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കില്ലുണ്ടെങ്കിൽ അതിനകത്തുള്ള ഡിഫറെന്റ് പോസിബിലിറ്റീസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ എല്ലാ പോസിബിലിറ്റീസിലും ആളുകൾ എങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു മാർക്കറ്റ് റിസർച്ച് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടായിരിക്കും ഞാൻ ഏത് ഇൻകം സ്ട്രീമാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് പല ഓപ്ഷൻസ് വരുമ്പോൾ അതിനകത്ത് ഏതാണ് ലോ പേയിങ് ഇൻകം സ്ട്രീം, ഏതാണ് ഹൈ പേയിങ് ഇൻകം സ്ട്രീം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ മാർക്കറ്റ് റിസർച്ച് ചെയ്യണം. ഡോണ്ട് സ്കിപ്പ് ഇറ്റ്. സ്റ്റെപ്പ് നമ്പർ 3, മേക്ക് എ പ്ലാൻ. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു റിട്ടേൺ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തതയുള്ള രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഞാൻ ഫിഗർ ഔട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ ഇതിനകത്തുനിന്ന് വരുമാനം കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഞാനിത് എഴുതിയൊന്നും വെച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ വരുമാനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഇതിൽ സക്സസ്ഫുൾ ആവണമെന്നില്ല. പക്ഷേ അതിന് പകരം എങ്ങനെയൊക്കെ ഞാൻ വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് ആദ്യമേ ഫിഗർ ഔട്ട് ചെയ്യുകയാണ്. വീഡിയോസിനകത്തുനിന്ന് അഡ്വർടൈസ്മെന്റിൽ നിന്ന് എനിക്കൊരു വരുമാനം നേടാൻ പറ്റും. ഞാൻ ഇതിനകത്ത് ഒരു സ്പോൺസേർഡ് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പോൺസേഴ്സിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു വരുമാനം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി ഞാനൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ, ഇനി എനിക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ, എനിക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള റവന്യൂ പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതെല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്ത് നിങ്ങൾ ഏത് സമയത്ത് എന്തൊക്കെ ചെയ്യുമെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കിയാണ് അടുത്തത് ചെയ്യേണ്ടത്. പ്ലാൻ ഇല്ലാതെ നിങ്ങളിത് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയും നിങ്ങൾക്ക് റിസൾട്ട് ഒന്നും കിട്ടാതെ വരുമ്പോൾ നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യാനും വളരെ സാധ്യത കൂടുതലാണ്. പേഴ്സണലി ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു സമയത്ത് 8 മാസത്തോളം എനിക്ക് ഇതിനകത്ത് യാതൊരു രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻസോ അല്ലെങ്കിൽ വരുമാന മാർഗങ്ങളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്ലാൻ സ്റ്റിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റുള്ളൂ. പ്ലാൻ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് കുറച്ച് നാൾ ചെയ്ത് നോക്കുകയും വർക്കൗട്ട് ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അവിടെ നിന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ പ്ലാൻ ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും സക്സസ്ഫുൾ ആകാനുള്ള ചാൻസ് വളരെ കുറവാണ്. സ്റ്റെപ്പ് നമ്പർ 4, ഫൈൻഡ് ദ റിസോഴ്സസ് ആൻഡ് ടൂൾസ്. ഏതൊരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ടൂൾസിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. സോ യു നീഡ് ടു ഫൈൻഡ് ദ റൈറ്റ് ടൂൾസ് ടു ഗെറ്റ് ദ ജോബ് ഡൺ. അതിപ്പോൾ നിങ്ങളൊരു കോഴ്സ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും യൂട്യൂബ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾ എന്ത് വരുമാന സ്രോതസ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആ ഒരു മൊത്തം പ്രോസസ്സ് നിങ്ങൾക്ക് നടത്തിയെടുക്കാനായിട്ട് കുറച്ച് ടൂൾസിന്റെ ആവശ്യം ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഞാൻ യൂട്യൂബാണ് നടത്താൻ തീരുമാനിച്ചതെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഒരു ക്യാമറ വേണ്ടി വരും, ഒരു മൈക്ക് വേണ്ടി വരും, ഒരു ലൈറ്റ് സോഴ്സ് വേണ്ടി വരും, ഒരു കമ്പ്യൂട്ടർ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വരും, ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വേണ്ടി വരും, ഒരു പക്ഷേ എനിക്ക് തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഫോട്ടോഷോപ്പ് പോലെയുള്ള മറ്റൊരു സോഫ്റ്റ്വെയർ വേണ്ടി വരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഇതൊരു യൂട്യൂബിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് കുറച്ച് റിസോഴ്സസും ടൂൾസും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് സംഘടിപ്പിക്കാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. ഒരു പക്ഷേ നിങ്ങൾ അതിനുവേണ്ടി തുടക്കത്തിൽ കുറച്ച് പണം ചിലവാക്കേണ്ടതായിട്ട് വരും. അപ്പം അതും കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ റിസോഴ്സസും എന്തൊക്കെ ടൂൾസും ഈ ഒരു ഇൻകം സ്ട്രീം ജനറേറ്റ് ചെയ്യാൻ വേണം എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പം അതിനുശേഷം നിങ്ങൾ തീരുമാനം എടുക്കുക, ഈ പറയുന്ന കോസ്റ്റ് എനിക്ക് അഫോർഡബിൾ ആണോ, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നെങ്കിലുമൊക്കെ കടം മേടിച്ചുകൊണ്ട് ഇത് ചെയ്താലും എനിക്ക് ഒരു ഷോർട്ട് റണ്ണിൽ ഇതൊക്കെ റീപേ ചെയ്തുകൊണ്ട് ഇതൊരു പ്രോഫിറ്റബിൾ ഇൻകം സ്ട്രീം ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ റിസോഴ്സസും ടൂൾസും എന്തൊക്കെയാണെന്ന് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഹിയർ കംസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, സ്റ്റെപ്പ് നമ്പർ 5, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. അതായത് പല ആളുകളും രാഹുകാലം കഴിയട്ടെ അല്ലെങ്കിൽ അടുത്ത മാസം തൊട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് പെർഫെക്ഷന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഈ ഒരു നോൺസെൻസ് ചെയ്യാതെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അത് എത്ര മിനിമൽ വെർഷൻ ആണെങ്കിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം അതിന് ഇമ്പ്രൂവ് ചെയ്യാനും ആളുകളുടെ ഫീഡ്ബാക്കിനനുസരിച്ച് അതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനും ശ്രമിക്കുക. നിങ്ങളത് എന്ത് റവന്യൂ സോഴ്സ് ജനറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിനുശേഷം ബാക്കിയുള്ള എല്ലാ പോരായ്മകളും നമുക്ക് ഫിക്സ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റേജ് അനലൈസ് ആൻഡ് ഇംപ്രൂവ് എന്നുള്ളതാണ്. നമ്മൾ ഒരു ഇൻകം സോഴ്സ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റഡി ഫ്ലോ ഓഫ് ഇൻകം വന്നു തുടങ്ങുമ്പോൾ പലപ്പോഴും ആളുകൾ മടിയന്മാരാവാറുണ്ട്. ഇതൊരു കംഫർട്ട് സോൺ ആയിട്ട് പ്രഖ്യാപിക്കുകയും പിന്നീട് ആ സോഴ്സിനെ നമ്മൾ മെച്യൂർ ആക്കാനായിട്ട് ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത.
അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടാർഗറ്റ് എന്തായിരുന്നു, ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുള്ളതാണ്. അവിടെ നമ്മൾ ആക്റ്റീവായിട്ട് ഇടുന്ന ഇഫേർട്ട് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ഗ്രോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി എന്താണോ അതിനെ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ട് എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്ക് മാറ്റം വരുത്തി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഫിഗർ ഔട്ട് ചെയ്യലാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മുടെ റിസോഴ്സസ് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എങ്ങനെ ആ ഇൻകത്തിനെ കൂടുതൽ സ്പീഡിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ സർവീസസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി എല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് നമ്മുടെ റിസോഴ്സസ് ആൻഡ് ടൂൾസിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സ്മാർട്ട് ഫോണിൽ മാത്രം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസിനെ പിന്നീട് ഒരു DSLR മൈക്കും വെച്ച് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും വീഡിയോ ആൻഡ് ഓഡിയോ ക്ലാരിറ്റി ബെറ്ററായി. ഡെഫിനറ്റ്ലി ഇതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകൾ എൻ്റെ വീഡിയോസ് കാണാനായിട്ട് തുടങ്ങി. അപ്പം നമ്മളവിടെ ചെയ്തത് നമ്മുടെ ഈ ഒരു ഇൻകം സ്ട്രീം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ റിസോഴ്സസും ടൂൾസും ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഞാൻ തുടക്കത്തിലേ പറഞ്ഞ പോലെ എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിനെ ഒരു പാസീവ് ഇൻകം ആയിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാ ജോലികളും ഞാൻ തന്നെ ഇരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് മോർ ടൈം. അപ്പം ഞാനിവിടെ ഒരു യൂട്യൂബ് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് വരുന്നത് ഒരു 10-15 മിനിറ്റിന്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ടോപ്പിക് റിസർച്ച് ചെയ്യണം, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യണം, അതിനൊരു സ്ക്രിപ്റ്റ് ആക്കി എഴുതണം, ആ സ്ക്രിപ്റ്റ് പഠിച്ച് ഞാനിവിടെ ഇരുന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണം. അതിനുശേഷം ഈ ഓരോ ക്ലിപ്പുകളും എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ആക്കി മാറ്റണം. അതിനുശേഷം ഇതിന് വേണ്ട തംബ്നെയിൽസും ടൈറ്റിൽസും എല്ലാം കണ്ടെത്തി ഇതിനൊരു വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ ഇതിലുള്ള ഓരോ ടാസ്കുകളും ഞാൻ തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. അപ്പോൾ അതിന് പകരം ഇതിനകത്തുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഔട്ട്സോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പാരലലായിട്ട് പല ആളുകളും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ ടൈം ഫ്രീഡം കിട്ടുന്നു. പക്ഷേ ഈ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഒരുപക്ഷെ എനിക്ക് കൂടുതൽ വീഡിയോസ് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഇൻകം കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഔട്ട്സോഴ്സ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പരമാവധി ഔട്ട്സോഴ്സ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ പാസീവ് ഇൻകത്തിന്റെ കപ്പാസിറ്റി കൂട്ടാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഒരു നിഷ് കണ്ടുപിടിക്കുക, മാർക്കറ്റ് റിസർച്ച് ചെയ്യുക, ഒരു പ്ലാൻ ഉണ്ടാക്കുക, നിങ്ങൾക്ക് വേണ്ട റിസോഴ്സസും ടൂൾസും കണ്ടുപിടിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻകം സ്ട്രീം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും ഇംപ്രൂവ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഒരു റിസൈജ്വൽ ഇൻകത്തിൽ നിന്ന് പ്യുവർലി പാസീവ് ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഓപ്പർച്യൂണിറ്റി ഫോക്കസ് ചെയ്യുക, കൂടുതൽ ഇൻകം സ്ട്രീംസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ അലക്സ് ജേക്കബ് സൈനിങ് ഓഫ്.